മേൽശാന്തിയായിരുന്ന കാലഘട്ടത്തിൽ 2022 ആണെന്ന് തോന്നുന്നു. 2022 ഞാൻ ക്ഷേത്രത്തിൽ ഒരു ദിവസം രാത്രി അന്തി ഉറങ്ങി. രാവിലെ അവിടെ അന്ന് പോയില്ല, ക്ഷേത്രത്തിൽ കിടന്നുറങ്ങിയ സമയത്ത് പുലർച്ചെ ഒരു 4 മണിക്ക് ഞാൻ ഒരു സ്വപ്നം കാണുകയാണ്. തിരുവേനി ആദ്യം അനുവാദം മേടിക്കും, നമുക്ക് ബാക്കി ആരും കൂടെ നിന്നില്ലെങ്കിൽ നമുക്കത് നടപ്പന്തൽ ഭഗവാനെ സമർപ്പിക്കണമെന്ന് പറഞ്ഞു. ഭഗവാന്റെ ഒരു നടപ്പന്തൽ നിർമ്മിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. എന്നെക്കായി വലിയ വലിയ കമ്പനിക്കാരൊക്കെ ഉണ്ടായിട്ട് പോലും കിട്ടാതെ നമുക്ക് ആ വർക്ക് ഭഗവാന്റെ ഒരു നിമിത്തത്തിൽ നമുക്ക് കിട്ടുമോ അത് ചെയ്യുകയും അപ്പൊ അതിന്റെ ഒരു പരിപൂർണമായ വിജയത്തില ഇപ്പൊ അത് പൂർത്തീകരിക്കാനുള്ള ഒരു ഭാഗ്യം പൂർത്തീകരിച്ച് ലെവല് ഡിസംബർ 14-ാം തീയതി രാവിലെ 8 മണി കഴിഞ്ഞ് 8:45 അത് നടപ്പന്തൽ സമർപ്പണമാണ്. അതിശക്തിയുള്ളൊരു ഭഗവാനാണ് ഏവൂരെ കണ്ണൻ. നമ്മൾ എന്ത് മനസ്സിലാഗ്രഹിച്ചാലും അത് ആ രീതിയിൽ സാധിക്കും. നമസ്കാരം, ഞാൻ കൃഷ്ണൻ നമ്പൂതിരി, കണ്ടൂർ നിലവനയില്ലം, മാവേലിക്കര. ഞാൻ മുൻപ് നമ്മുടെ തെക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഏവൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഞാൻ സ്ഥലം മാറിയേ ഉള്ളൂ. ഒരു 5 മാസം ആയി ഞാൻ സ്ഥലം മാറിയിട്ട്. ഏറ്റവും കൂടുതൽ കാലഘട്ടം ഏവൂർ ക്ഷേത്രത്തിൽ ഉദ്ദേശം 7.25 വർഷം തുടർച്ചയായി ജോലി ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. എനിക്ക് മാത്രമേ അതുണ്ടായിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ക്ഷേത്രത്തിൽ ഞാനൊരു സമയത്ത് അനവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിശക്തിയുള്ളൊരു ഭഗവാനാണ് ഏവൂരെ കണ്ണൻ. നമ്മൾ എന്ത് മനസ്സിലാഗ്രഹിച്ചാലും അത് ആ രീതിയിൽ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ നിലവിൽ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ 60 മീറ്റർ നീളത്തിൽ 11.5 മീറ്റർ ഉയരത്തിൽ 44 അടി വീതിയിൽ ഒരു വലിയ നടപ്പന്തൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സമർപ്പണം ഡിസംബർ 14-ാം തീയതി ഞായറാഴ്ച 8 മണിക്കും 8:45 ഇടയിലുള്ള മുഹൂർത്തത്തിലാണ്. ഗുരുവായൂർ നടപ്പന്തൽ പോലെ തന്നെ അത്രയും ഉയരവും വീതിയും എല്ലാമുള്ള ഒരു നടപ്പന്തൽ തന്നെയാണ്. ഉദ്ദേശം 10,000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തോളം വരും നടപ്പന്തലിൻ്റെ ഭാഗം. ആ നടപ്പന്തലിവിടെ വരാനുണ്ടായ ഒരു കാരണം, ഞാൻ ഏവൂർ ക്ഷേത്രത്തിൽ 4 വർഷം കീഴ്ശാന്തിയായിരുന്നു. അതിനുശേഷം 3.25 വർഷത്തോളം മേൽശാന്തിയായിരുന്നു. കീഴ്ശാന്തിയിൽ നിന്നും മേൽശാന്തിയിലേക്ക് അങ്ങനെ സാധാരണഗതിയിൽ നിയമനം നൽകാത്തതാണ്. എന്തോ ഭഗവാന്റെ അനുഗ്രഹം എന്നെ അവിടെ മേൽശാന്തിയായി നിയമിച്ചു. എൻ്റെ സഹോദരൻ ശബരിമലയ്ക്ക് പോയ ഒഴിവിൽ എന്നെ അവിടെ മേൽശാന്തിയായിട്ട് നിയമിച്ചു. അങ്ങനെ മേൽശാന്തിയായിരുന്ന കാലഘട്ടത്തിൽ 2022 ആണെന്ന് തോന്നുന്നു. 2022 ഞാൻ ക്ഷേത്രത്തിൽ ഒരു ദിവസം രാത്രി അന്തി ഉറങ്ങി. രാവിലെ അവിടെ അന്ന് പോയില്ല, ക്ഷേത്രത്തിൽ കിടന്നുറങ്ങിയ സമയത്ത് പുലർച്ചെ ഒരു 4 മണിക്ക് ഞാൻ ഒരു സ്വപ്നം കാണുകയാണ്. ഞാൻ കാണുന്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏവൂർ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ഒരു വലിയ നടപ്പന്തൽ, അതിനകത്ത് നിറച്ച് കുട്ടികൾ മുതിർന്നവരും കൂടി നടക്കുന്നു. അതുപോലെ തന്നെ കടകൾ നിറച്ച് കടകൾ, ധാരാളം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങനെ തലങ്ങും വിലങ്ങും നടക്കുന്ന ഒരു സ്വപ്നം ഞാൻ കണ്ടു. പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നു. അപ്പോൾ 4-4:15 സമയം ആകുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് നടന്നു. പിന്നീട് ഞാൻ കുറേ കാലം ഈ സ്വപ്നത്തിൻ്റെ പുറകിലായിരുന്നു. ഞാനിങ്ങനെ ഈ സ്വപ്നം കണ്ടതാരോടും പറഞ്ഞില്ല, ഒരാളിനോട് മാത്രമേ പറഞ്ഞു. ഞാനത് ഇങ്ങനൊരു പദ്ധതിയായിട്ട് ഞാൻ മുന്നോട്ടിറങ്ങി. പലരും എന്നോട് താല്പര്യം അറിയിച്ചു, കൂടെ നിൽക്കാമെന്ന് അറിയിച്ചു. പിന്നീട് ഇടക്കാലത്ത് എൻ്റെ സ്ഥാനചലനം പോലൊരു വിഷയം ഉണ്ടായതുകൊണ്ട് കുറച്ച് നാൾ ഞാനിൽ നിന്ന് വിട്ടു നിന്നു. ഞാനിപ്പോൾ സ്ഥലം മാറുന്നതിന് ഒരു 7 മാസം മുമ്പ് മീനത്തേൽ ഷാബു വാസുദേവൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നിർമ്മാണ ചുമതലയുള്ള കമ്പനിയുടെ ഓണറാണ്. അദ്ദേഹം എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, തിരുമേനി ഈ നടപ്പന്തൽ, തിരുമേനി ഇവിടുന്ന് പോയാൽ ഈ നടപ്പന്തൽ തിരുമേനിയുടെ സ്വപ്നമായിട്ട് മാത്രം ഇരിക്കത്തേ ഉള്ളൂ, ഇത് നടക്കത്തില്ല. അപ്പോൾ തിരുമേനി കൂടെ നിൽക്കുക, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഭഗവാന്റെ തിരുമേനി കൂടെ നിന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ തിരുമേനി ആദ്യം അനുവാദം മേടിക്കും, നമുക്ക് ബാക്കി ആരും കൂടെ നിന്നില്ലെങ്കിൽ നമുക്കത് നടപ്പന്തൽ ഭഗവാനെ സമർപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് ധൈര്യമായി. ഞാൻ പിന്നെ ഞാൻ സംസാരിച്ച് വെച്ചിരുന്ന കുറേ ആൾക്കാരെ വീണ്ടും ഞാൻ ബന്ധപ്പെട്ടു. അവരെല്ലാം കൂടെ നിൽക്കാമെന്ന് ഏറ്റു. അങ്ങനെ ഞാൻ വീണ്ടും അതിൻ്റെ പുറകിലായി അപേക്ഷ കൊടുത്തു. ഡിപ്പാർട്ട്മെൻറ്റ് അനുവാദങ്ങളെല്ലാം വാങ്ങി പണി തുടങ്ങി. ഏതാണ്ട് പൂർത്തിയായി. അത് ദശാവതാരം, ശ്രീകൃഷ്ണ ലീലകൾ, ശ്രീകൃഷ്ണൻ്റെ ജന്മം മുതൽ ദുർഗാരോഹണം വരെയുള്ള ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ച്, തൂണുകളിലൊക്കെ ചിത്രീകരിച്ച് ദശാവതാരത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇപ്പം ഫൈനൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ
ഡിസംബർ 14 രാവിലെയാണ് അതിൻ്റെ സമർപ്പണം. അതിൻ്റെ കാരണം ഇതാണ്. ഭഗവാന് എന്നെ ഒരു സ്വപ്നം കാണിച്ചുകൊണ്ടാണ് ഈ നടപ്പന്തലിവിടെ ഉണ്ടാവാൻ ഉള്ള കാരണം. ഈ നടപ്പന്തലിൻ്റെ സമർപ്പണത്തിലേക്ക് ഈ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ഷാബു വാസുദേവൻ. എൻ്റെ വീട് മീനത്തേരിൽ. ഞാൻ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു കമ്പനിയുടെ CEO ആണ്. അത് എൻ്റെ കമ്പനിയുടെ പേര് ഫ്രണ്ട്സ് എഞ്ചിനീയറിംഗ് എന്നാണ്. യവൂര് ഭഗവാന്റെ ഒരു നടപ്പന്തൽ നിർമ്മിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ അത് ആ വർക്ക് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി ശ്രദ്ധിക്കാനും എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒരു ഭക്തനാണെന്നുള്ള രീതിയിൽ ഭഗവാന്റെ മണ്ണിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഒരു നിമിത്തമായിട്ട് കിട്ടുമോ. എന്നെക്കായി വലിയ വലിയ കമ്പനിക്കാരൊക്കെ ഉണ്ടായിട്ട് പോലും കിട്ടാതെ നമുക്ക് ആ വർക്ക് ഭഗവാന്റെ ഒരു നിമിത്തത്തിൽ നമുക്ക് കിട്ടുമോ, അത് ചെയ്യുകയും അപ്പോൾ അതിൻ്റെ ഒരു പരിപൂർണമായ വിജയത്തിൽ ഇപ്പം അത് പൂർത്തീകരിക്കാനുള്ള ഒരു ഭാഗ്യവും പൂർത്തീകരിച്ച് ലെവല് പിന്നെ ഡിസംബർ 14 രാവിലെ 8 മണി കഴിഞ്ഞ് 8:45 അത് നടപ്പന്തൽ സമർപ്പണമാണ്. ഏകദേശം ഈ ഗുരുവായൂരിലെ നടപ്പന്തലുമായി അത്രയും നീളമൊന്നും ഇല്ലെങ്കിലും ഏകദേശം അതിനേക്കായി കുറച്ചുകൂടെ ഭംഗിയായി. അത്രയും ഭംഗിയെന്ന് നമ്മൾ പറയുന്നില്ല, ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് ഒരു ലെവലിലെ ഭംഗിയായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഏകദേശം 200 അടി നീളവും 60 അടി വീതിയും ഒരു 37 അടി ഹൈറ്റും ഉള്ള വലിയൊരു നടപ്പന്തൽ തന്നെ. അതിനകത്ത് നമുക്ക് 10 പില്ലർ, ടോട്ടല് 20 പില്ലറും സൈഡ് പില്ലർ ഒരു 10 പില്ലർ, 30 പില്ലറാണ് ഉള്ളത്. അതിനകത്ത് 10 പില്ലറിലെ ദശാവതാരവും 10 പില്ലറിലെ കൃഷ്ണ ലീലകളും ഇനി 10 പില്ലർ കാലിയായിട്ടും അങ്ങനെ അത്രയും ചെയ്ത് ടൈൽസ് ഇട്ടു മറ്റു കാര്യങ്ങളെല്ലാം കൂടെ ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം 1,10,00,000 നമുക്ക് എസ്റ്റിമേറ്റ് ചെലവുണ്ട്. എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തേക്കുന്ന എമൗണ്ടിന് അത്രയും ചെലവ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഭംഗിയായിട്ട് തന്നെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഇനിയും ഒരാഴ്ചയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് സമർപ്പണം നടത്തണം. അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംരംഭത്തിന് ഭഗവാനെ നമ്മളെ അത് ഓർമ്മിപ്പിക്കുകയും നമ്മൾ ആദ്യം ഇതിന്റെ വർക്ക് എടുക്കുന്നത് തന്നെ വെറും നടപ്പന്തൽ മാത്രം, സ്ട്രക്ചറും അതിന്റെ ഫ്ലോറിംഗ് വർക്കും മാത്രമായിരുന്നു എടുത്തിരുന്നത്. പിന്നീട് നമ്മൾ അത് ടൈലിടുന്ന രൂപീകരണവും മറ്റ് ദശാവതാരത്തിന്റെ മറ്റു കാര്യങ്ങളും ഈ കൃഷ്ണലീലകൾ എന്നുള്ള മറ്റു കാര്യങ്ങളും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് കോർത്തിണയിക്കൊണ്ട് അതിന്റെ വയറിങ്, ലൈറ്റിങ്, അതിന്റെ ഫ്രണ്ട് കുറച്ച് എലിവേഷന് എന്നിട്ടൊരു ബോർഡ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാനൊക്കെ ഒത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയെല്ലാം മംഗളമായിട്ട് തന്നെ എല്ലാം നടത്തണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. അപ്പൊ അതിന്റെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ആദ്യം ഇതിനകത്ത് നമ്മൾ പങ്കുകൊള്ളാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ യവൂരമ്പലത്തിൽ എവിടെ പോയിരുന്നാൽ, ഞാൻ ബാംഗ്ലൂരിലാണെങ്കിൽ തന്നെ എപ്പോൾ വന്നിരുന്നാലും ഫസ്റ്റ് യവൂര കൃഷ്ണന്റെ അടുത്ത് നമ്മൾ പോയി തൊഴുതേ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ മുന്നോട്ട് പോകും. അത്രയും ഒരു നമുക്ക് പ്രത്യേക താല്പര്യത്തിലുള്ള ഒരു ഭഗവാനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ എന്താവശ്യപ്പെട്ടാലും നടത്തി തരാറുണ്ട്. അപ്പൊ ആ ഒരു ഇതിലാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇതേമാതിരി നമ്മുടെ നീലമനയിലും കൃഷ്ണൻ നമ്പൂതിരി, പുള്ളി അവിടുത്തെ മേൽശാന്തിയായിരുന്നു. പുള്ളി ഒരു സ്വപ്നം കണ്ട കാര്യവും അവിടുത്തെ ഒരു നടപ്പന്തലിനുള്ള ഓരോ കാര്യങ്ങളും എല്ലാം എന്നോട് പറയുകയും അതിനകത്ത് അദ്ദേഹത്തിന് ഞാനൊരു ധൈര്യം കൊടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കൂട്ടായിട്ട് ഒരു നടപ്പന്തൽ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ഭക്തജന കൂട്ടായ്മ നമുക്ക് മുന്നോട്ട് ചെയ്ത് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തിരുമേനി ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ചെയ്യുമ്പോഴാണ് ഇതിനകത്തൊന്നും പല ആൾക്കാരോടും കൊട്ടേഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലെ ഞാൻ കൊട്ടേഷൻ ഒന്നും വേണ്ട, നമുക്ക് നമ്മൾ തന്നെ മെറ്റീരിയൽ വാങ്ങിച്ച് നമ്മൾ തന്നെ ചെയ്യാം, നമ്മുടെ കമ്പനി ചെയ്യുന്നുണ്ട്, ചെയ്ത് നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലും അതിന്റെ ലേബറും മറ്റു കാര്യങ്ങളും അതിന് ചെലവായിരിക്കുന്നത് മാത്രം, ആരും പുറത്തുനിന്ന് 1 രൂപയും അതിനകത്ത് ഇരിക്കാതെ നമ്മളത് കറക്റ്റായിട്ട് തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കാണുന്നത്. പിന്നെ ഒന്നെടുത്ത് പറയാൻ ഭഗവാന്റെ ഒരു നിമിത്തം മാതിരി ഇതിനകത്ത് എന്റെ കൂടെ ഏകദേശം ഒരു 37 പേര് ഇതിനകത്ത് ഭക്തജന കൂട്ടായ്മയായിട്ട് എന്റെ കൂടെ എപ്പോഴും ഏത് സമയത്ത് നമ്മൾ വിളിച്ചാൽ വെളിപ്പുറത്തുള്ള കൂട്ട് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. ആ 37 പേരുടെ ഒരു ധൈര്യത്തിലാണ് ഞാനും മുന്നോട്ട് തിരിച്ചത്. എന്റെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട് എങ്കിൽ തന്നെ ആരുടെയും കണക്കുകളോ കാര്യങ്ങളോ ഒന്നും പറയുകയല്ല. എന്റെ കൂടെ ആ 37 പേരും ഒന്നായിട്ട് നിന്ന് ഇത് വിജയിപ്പിക്കാനായിട്ട് എന്റെ കൂടെ തന്നെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കല്ലൂരത്തെ ശ്യാം എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹം സിവിൽ വർക്കും മറ്റ് അതിന്റെ എല്ലാ മേൽനോട്ടങ്ങളും വഹിക്കാനായിട്ട് അദ്ദേഹം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു നമ്മുടെ വിജയത്തിന് കാരണക്കാർ അവരൊക്കെ തന്നെയാണ്. അത് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ ഒക്കുന്നില്ല. ഭഗവാൻ ഏറ്റവും മുന്നിൽ, ഭഗവാൻ തന്നെ, ഭഗവാനും നമ്മുടെ തിരുമേനി ഇല്ലം കൃഷ്ണൻ തിരുമേനി, അദ്ദേഹവും പിന്നെ ഈ 37 പേരും എല്ലാവരും അതേമാതിരി നാട്ടുകാരെന്ന ഭക്തജനങ്ങൾ ഫുള്ളും എല്ലാവരും നമ്മുടെ കൂടെ സപ്പോർട്ടിങ് ആയിട്ടുണ്ടായിരുന്നു.
എല്ലാത്തിനും മുന്നിൽ സപ്പോർട്ടായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു വിജയമായിട്ട് ഈ നിർമ്മിക്കാനുള്ള നമുക്കൊരു ഊർജം തന്നത് അവരൊക്കെ തന്നെ.